അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു മുളക് ബജിയാണ്. അപ്പൊ ഇത് സാധാരണ നമ്മുടെ മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഒരു നീളത്തിലെ മുളകല്ലേ. അപ്പൊ ഇത് ഇച്ചിരി വ്യത്യസ്തമായ സാധനമാണ്. അതെ. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നമ്മളിത് രണ്ടായിട്ട് മുറിച്ച് ഇതിന്റെ അകത്ത് കുരുവൊക്കെ കുറെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത സാധനം കേട്ടോ. എരിവില്ല, എന്നാലും അരി മുഴുവൻ അരി എടുത്ത് കളഞ്ഞിട്ടില്ല. കുറച്ച് ഇച്ചിരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു മുളകാണെന്നൊന്നും അറിയാമല്ലോ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ കുഞ്ഞിനാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഇനി നമുക്ക് ഇതിന് വേണ്ടി മറ്റേ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കടലമാവ് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം നമ്മുടെ അരിപ്പൊടിയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ മുക്കിയിട്ട് നമ്മൾ സാധാരണ ബജി ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ. അപ്പൊ നമ്മൾ ഈ മുളക് കണ്ടപ്പോഴത്തേക്ക് സാധാരണ നമ്മൾ കാണുന്ന മുളക് ബജിയുടെ അതെ ഒരു കൗതുകം തോന്നി. അപ്പം ഇത് നമ്മളവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇത് ബജി ഉണ്ടാക്കുന്ന മുളകാന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ചും ഈ ഗുജറാത്ത് സൈഡിലെ ആൾക്കാര് അവര് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു മുളകാണ്. അപ്പൊ നമ്മളിവിടെ മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടാന്ന് പറഞ്ഞാൽ ഈ മുളകിന് ഒട്ടും എരിയില്ല. മാത്രമല്ല നമ്മൾ ഉപയോഗിച്ച കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി ഒരു നിറം കിട്ടണമല്ലോ നമുക്ക്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി കാണാനും ഒരു ചന്തം വേണം, എന്നാലല്ലേ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് മുളകിനും എല്ലാത്തിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു ഒത്തിരി അങ്ങ് ലൂസായി പോകാതെ, ഒത്തിരി ലൂസും അല്ല ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം ഒഴിച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ച് കലക്കിയാൽ, ചൂടുവെള്ളം ഒഴിച്ച് കലക്കരുത്, കട്ട കെട്ടി. സംഭവം സിമ്പിൾ പരിപാടിയാണ്. നമ്മളൊക്കെ സാധാരണ ഉണ്ടാകും. ഇപ്പൊ ഈ മറ്റേ എന്താ പറയുന്ന നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ തട്ടുകടകളിൽ വൈകുന്നേരം ഇത് തൂക്കി തൂക്കിട്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായി, കാറ്റും കൊണ്ട് ഒരു മുളക് ബജിയൊക്കെ തിന്ന് ചായ ഒക്കെ കുടിച്ച് ഇരിക്കാനായിട്ട് നല്ല രസമല്ലേ. അപ്പൊ അത് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പം കുറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ അനുസരിച്ചിട്ട് ഓരോ കടലമാവിന്റെയും അരിപ്പൊടിയുടെ ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. പിന്നെ അതൊന്ന് കലക്കിയിട്ട് നമുക്ക് കാണാം. അതെ. അപ്പൊ നമ്മളിത് മാവ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായിട്ടില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം കട്ടിയുണ്ട് സംഭവം. അപ്പൊ ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകേണ്ട താമസം. എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പൊ ഇത് മുക്കുമ്പോ നോക്കണം, ഇതില് പറ്റി പിടിക്കുന്നുണ്ടോ. ഇതിപ്പോ പറ്റുന്നുണ്ട്, എന്നാൽ ഒത്തിരി പറ്റുന്നില്ല. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് മുക്കിയെടുക്കാൻ. അതെ, ഈ മുളക് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഞെട്ടും കൂടെ നിർത്തിക്കൊണ്ട് വേണം എടുക്കാനേ. കാര്യം നമുക്ക് പിടിച്ച് മുക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടല്ലോ സൗകര്യം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് നമ്മളിങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നുണ്ട്, ഇതിന്റെ അകത്തോട്ടും കൂടെ മാവ് കയറും. ഞെട്ടയിലും കൂടെ പറ്റിക്കണം. ഞെട്ടയിലും കൂടെ വരണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പം വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഞെട്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന്റെ അകത്തൊക്കെ കയറി കിട്ടും. അപ്പൊ അഥവാ ചെറിയ അരി ഉണ്ടെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുള്ളതൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കത് വറക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ നമുക്ക് വറക്കാം, പക്ഷെ സൺഫ്ലവർ മതി, അതിന്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മുക്കി റെഡിയാക്കി എടുക്കാം. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സംഭവം അടിപൊളിയായി. ഒരു മഴ കൂടെ പെയ്യണം, അപ്പം നല്ല രസമായിരിക്കും അല്ലേ. ഈ നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബീച്ചിന്റെ സൈഡിലൊക്കെ ചെല്ലുമ്പോൾ ഇത് കിട്ടുമെന്ന്. പല ടൈപ്പ് ബജികളുണ്ട്. മുട്ട ബജിയുണ്ട്, മറ്റേ എന്താ പറയുക ചക്കപ്പഴം വരെ ഇപ്പൊ ബജിയാണ്. നമുക്ക് ആദ്യത്തെ ഇട്ട് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ടാ തോന്നുന്നു സംഭവം. ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒരു എന്താ പറയുന്ന ഒരു ബ്രൗൺ നിറം, ഗോൾഡൻ ബ്രൗൺ, ഒരുപാട് അങ്ങ് നമ്മള് കരിഞ്ഞു പോകരുത്, ഒരു മീഡിയം രീതിയിൽ എടുക്കുക. എന്നാലും ആ നമ്മുടെ മാവിന്റെ ഒക്കെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുന്ന ആ രീതിയിൽ വേണം നമുക്ക്. ഇത് ഇടുമ്പോ ഇച്ചിരി തീ കൂട്ടി വെക്കുക, അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് പെയ്യെ വെന്തെടുക്കുക. പിന്നെ ഒത്തിരി അങ്ങ് ഒരുമിച്ചിടുക. ഇപ്പൊ നമ്മൾ ഇത്രയും വലുപ്പമുള്ള ചട്ടി ആയതുകൊണ്ട് നമ്മൾ മൂന്നല്ല ഒരു സമയത്ത് ഇടുന്നുള്ളൂ. കാരണം ഇതിന് സമാധാനമായിട്ട് കിടന്ന് വേഗം ഒരു അവസരം കൊടുക്കണം. അത് തന്നെയല്ല, ചിലപ്പോ ഉണ്ടല്ലോ ഇത് തമ്മില് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് ഇത് മുഴുവൻ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കട്ടൻ ചായ ആയിട്ടൊരു സ്റ്റെപ്പെടുത്താൻ പിടിക്കാം. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കുന്ന താമസം. അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സംഭവം നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട ഉടനെ തിരിക്കരുത്, ഇളകി പോകും. അതുകൊണ്ട് ഒന്ന് സെറ്റ് ആകണം. എണ്ണക്കകത്ത് കിടന്നൊന്ന് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട്
സ്പൂണോ തവിയോ എന്തായാലും വെച്ചിങ്ങനെ ഇതിപ്പോ നമ്മളെ എണ്ണയ്ക്കകത്തിട്ടപ്പോ ഇവരങ്ങ് വീർത്ത് കേട്ടോ, നല്ല വണ്ണം വെച്ചാണ്. അത് ഈ മുറിക്കാതിടരുത് ഒരു കാരണവശാലും മുളക്. മുളകേ മറ്റേ ബജ്ജി മുളകാണെങ്കിലും അത് ഈ പ്രൊഫഷണൽ ആൾക്കാരെന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ശീലം. അങ്ങനെ പൊട്ടിയാലും അവര് അത് തന്നെ വെളിയിലൊക്കെ വെച്ച് നമ്മൾ അടുക്കളയിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മുളക് ഒന്ന് മുറിച്ചിട്ടെടുത്താണ് എപ്പോഴും നല്ലത്. അല്ലെ ഇതിനെ എണ്ണയ്ക്കകത്തിട്ട് വീഴുമ്പോൾ പൊട്ടും. നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാം ഒന്ന് മുക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കോരുവാണ്. ആദ്യത്തെ നമ്മൾ കോരി എടുത്തായിരുന്നേ. അപ്പോൾ ഒരുപാട് അങ്ങ് നമുക്ക് മൂപ്പിക്കണ്ട, ഒരു മീഡിയം രീതിയിൽ നമുക്ക് വറുത്തെടുത്താൽ മതി. ഇത് എണ്ണയിൽ നിന്ന് കോരുമ്പോഴുണ്ടല്ലോ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടോ ഒന്ന് കോരാനായിട്ട്. കാരണം ഇതെന്ന് ഇത്തിരി എണ്ണ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി, എണ്ണ കുടിക്കുമല്ലേ. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് എല്ലാം അങ്ങ് വറുത്ത് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വെക്കുവാണെങ്കിൽ അധികമുള്ള എണ്ണയൊക്കെ അവനങ്ങ് വലിച്ചെടുത്തോളൂ. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്ര പേരുണ്ട് അതിനനുസരിച്ച് നമുക്കിത് മുഴുവൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഈ നമ്മുടെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ മുളക് ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഇത് കിട്ടുമെന്ന് നോക്കുക. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഒട്ടും എരിയില്ല ഈ സാധനത്തിന്. അതായത് ആ എരിവിന്റെ മണം നമ്മളിപ്പോ ക്യാപ്സിക്കം പോലും നമ്മൾ മുറിക്കുമ്പോഴത്തേക്ക് നല്ലൊരു എരിവിന്റെ മണം ഫീൽ ചെയ്തിട്ടോ. പക്ഷെ ഇതിന് ഒട്ടും എരിവില്ല സാധനത്തിന്. നമ്മളിത് വെറുതെ ഉണ്ടല്ലോ ഒരു ദിവസം കഴിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ഒട്ടും എരി. അതെ നമ്മള് ഇത് വെച്ച് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ്. പിള്ളേർക്കൊക്കെ കുരുണ്ട് അതിന്റെ അരി ഇഷ്ടം പോലെ, പക്ഷെ ഒന്നിനും ഉണ്ടല്ലോ എരിയില്ല. അതെ. അപ്പൊ ഇത് നമുക്കിത് മുഴുവനൊന്ന് വറുത്തെടുക്കാം. അപ്പൊ എന്തായാലും ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബജ്ജി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ സാധാരണ എപ്പോഴും ചെയ്യുന്ന നമ്മുടെ ബജ്ജി മുളകിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവം. നമ്മുടെ വീട്ടില് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ചായയുടെ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ആണെന്ന് വിചാരിക്കുകയും ചെയ്യും. ക്യാപ്സിക്കം അല്ലതാനും എരി ഉണ്ടോന്ന് നോക്കിയാൽ എരി ഇല്ലതാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് അവിടുത്തെ ഒരു ബെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി നിർത്തുക. പിന്നെ എന്താ പറയുക ഇതിനെ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ നിങ്ങളുടെ എന്താ പറയുക വിലയേറിയ അഭിപ്രായവും നിർദ്ദേശവും ഒന്ന് കമൻ്റായിട്ട് ഒന്ന് എഴുതുക. പിന്നെ ഇതൊക്കെ അറിയാൻ മേലാത്തവർക്കും ഒരു കൗതുകം തോന്നുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചും ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be right